ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിവിടെ സിഡ്നിയിലാണ്, ചേച്ചിയുടെ വീട്ടിലാണ്. എന്താണെന്നറിയില്ല, ഇന്നലെ രാത്രിയിൽ എനിക്ക് ഉറക്കമേ ഇല്ലായിരുന്നു. കുറേ നേരത്തെ കിടന്നു, ഒരു 8:30 ആയപ്പോൾ കിടന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കിടന്ന് ശീലമില്ലാത്ത സമയമായതുകൊണ്ടായിരിക്കും ഒട്ടും ഉറങ്ങുക. ഒരു രാവിലെ 2 മണി എങ്ങാണ്ടായപ്പോഴത്തേനും തന്നെ എണീറ്റിട്ട് പിന്നെ ഉറങ്ങിയിട്ടേ ഇല്ല. പിന്നെ ഞാൻ ഇങ്ങനെ കണ്ണും തുറന്നിരിക്കുക നേരം വെളുക്കാനായിട്ടാണ്. അപ്പോൾ ഫൈനലി 6 മണിയായപ്പോൾ നേരം വെളുത്തു. ഞാൻ നേരെ പുറത്തോട്ട് ഇറങ്ങി. ആൻഡ് ദിസ് പ്ലേസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ലൈക്ക് ലുക്ക് അറ്റ് ദി ഗ്രീനറി. അയ്യോ, ഞാൻ തന്നെ പുറത്തോട്ട് നടക്കാനായിട്ട് വന്നു. ബട്ട് ലൈക്ക് സോ ഗോർജിയസ്. ഐ ലവ് ദ സബർബ്. ഇത്ര ഗ്രീനറിയുടെ ഇടയ്ക്ക് ഈ നല്ല ഫ്രഷ് എയറൊക്കെ ബ്രീത്ത് ചെയ്ത് എന്ത് രസമാണെന്നറിയോ. ഞാനിപ്പോൾ ഇങ്ങനെ ഹില്ല് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനി തിരിച്ച് കയറേണ്ടിയപ്പം ഞാനത് റിഗ്രറ്റ് ചെയ്യും എന്നെനിക്കറിയാം. എന്നാലും ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ കാണിച്ചു തരാം. ആ ഒരു കിളികളുടെ സൗണ്ടും ആ ഒരു ഡിസ്റ്റൻസിൽ ആ ഒരു വണ്ടി പോകുന്ന ഒച്ചയും ഒക്കെ കേട്ടാൽ തന്നെ വേറെ BGM ഒന്നും ആവശ്യമേ ഇല്ല. ഇവിടുത്തെ ചില വീടൊക്കെ കണ്ടാണ്ടല്ലോ നമ്മുടെ നാട്ടിൽ വന്നൊരു ഫീലാണ്. നമ്മുടെ നാട്ടിലെ പാലയ അങ്ങനത്തെ അല്ല വയനാട് അവിടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് പച്ചപ്പും എന്താ പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഫീലാണ്. സത്യം പറഞ്ഞാൽ വേറെ ഹോളിഡേയുടെ ആവശ്യമില്ല. ഇവിടെ തന്നെ ഇങ്ങനെ നിന്ന് ഈ ഒരു ആംബിയൻസ് അങ്ങ് നമ്മൾ അബ്സോർബ് ചെയ്താൽ മതി. സോ ഗോർജിയസ്, ലവ് ഇറ്റ്. യെസ്, ഇന്നത്തെ പ്ലാൻ ഈസ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബ്ലൂ മൗണ്ടൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അവിടെ ആയിരിക്കും ഇനി 2 ദിവസം. ബ്ലൂ മൗണ്ടൻസ് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റി പ്ലേസാണ്. ഇറ്റ്സ് ഓൺ ടോപ്പ് ഓഫ് എ മൗണ്ടൻ ഒബ്വിയസ്ലി ബിക്കോസ് ഓഫ് ദ നെയിം. ഹോപ്പ്ഫുള്ളി മഴ കാണില്ല. മഴ പെയ്താൽ കുറച്ച് പണി കിട്ടും, പക്ഷേ മോസ്റ്റ് ലൈക്ലി മഴ കാണും. ബിക്കോസ് ഇപ്പോൾ 90% റെയിനാണ് പറയുന്നത്. സോ മഴ ഉണ്ടെങ്കിൽ വി വോണ്ട് ബി ഏബിൾ ടു ഡു ദ ടൂറിസ്റ്റി തിങ്സ്. എന്നാലും കുഴപ്പമില്ല, ഫാമിലിയായിട്ട് പോകുന്നതല്ലേ. വിൽ ഡു അവർ ഫാമിലി സ്റ്റഫ്. അപ്പോൾ എനിവേസ്, സോ ദാറ്റ്സ് ടുഡേയ്സ് പ്ലാൻ. Join us along as we go to Blue Mountains and have a fun day. Welcome to my channel. സിഡ്നിയിലും ഇങ്ങനത്തെ വീടുകളുണ്ടോ എന്ന് ഞാൻ ആലോചിക്കും. പക്ഷേ ഈ വീടിന് തന്നെ ഒരു $1-2 million ആകുകയും ചെയ്യും കേട്ടോ. കാരണം അങ്ങനത്തെ സ്ഥലമാണ് ഇത്. 9 മണി എന്ന് വിചാരിച്ചതാ 10 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ്. 2 വണ്ടി നിറയെ ആൾക്കാർ. അപ്പോൾ ബ്ലൂ മൗണ്ടൻസ്. ബ്ലൂ മൗണ്ടൻ സിഡ്നിയിൽ നിന്ന് ഒരു 2.5 hours ഡ്രൈവ് ഉണ്ട്. ആൻഡ് ദ ഡ്രൈവ് ഇറ്റ് സെൽഫ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഇപ്പം ഓട്ടം സീസൺ ആയതുകൊണ്ട് ട്രീസിൻ്റെ ഒക്കെ കളേഴ്സും ഒക്കെ ഒരുപാട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾസോ റിയലി പ്രിറ്റി ടു സീ. പിന്നെ ഓൺ ദ വേ തന്നെ വഴിയരികിൽ തന്നെ ഉള്ളൊരു കെഫേയിൽ കയറി നമ്മൾ ഫുഡ് കഴിച്ചു. ജസ്റ്റ് കയറിയെന്നേ ഉള്ളൂ, എൻ്റെ റിവ്യൂസ് ഒന്നും നോക്കാതെ തന്നെയാണ് കയറിയത്. ബട്ട് ദാറ്റ് വാസ് ഓക്കെ. ഫുഡ് നല്ലതായിരുന്നു. ദിസ് ഇസ് ആക്ച്വലി എ പ്രൈമറിലി വീഗൻ കഫേ. സോ ഇവിടെ ഉണ്ടായിരുന്ന പല മീറ്റും ഒക്കെ വീഗൻ ചിക്കൻ, വീഗൻ പോർക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു തന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വീഗൻ ഫുഡായിട്ടൊന്നും തോന്നിയില്ല. ഇറ്റ് വാസ് വെരി നൈസ്. ആൻഡ് ദിസ് വാസ് ദെയർ സ്കോൺസ്. പകുതി വന്നപ്പോൾ തന്നെ നമ്മൾ കഴിച്ചു. ബട്ട് ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ സ്കോൺസ്. സോ സ്കോൺസ് വർ ഓൾസോ ലൈക്ക് റിയലി നൈസ്. ആൻഡ് സ്കോൺസ് നമ്മുടെ ബണ്ണ് പോലത്തെ ഒരു സംഭവം, ബണ്ണും കേക്കിൻ്റെ ഒക്കെ ഒരു മിക്സ് ആയിട്ട് വരും. നമ്മൾ ക്രീമും ജാമും ഒക്കെ ഇട്ട് കഴിക്കുന്നതാണ്. പറയല്ലേ, അമ്മ സവർ ക്യാൻഡി അവനിഷ്ടമാണ്.
വെതറൊക്കെ പെട്ടെന്നാണ് മാറുന്നത്. ഇപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെതർ പെട്ടെന്ന് തന്നെ മാറി. നല്ല മഴ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഫോഗും വന്നു. സോ ഫോഗൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് മുന്നിലോട്ടുള്ള ഒന്നും വണ്ടി പോലും കാണാൻ പറ്റാത്ത ഒരു രീതിയിലുള്ളൊരു ഫോഗായിരുന്നു. ആൻഡ് ആസ് വി വർ ക്ലൈമ്പിംഗ് ദ മൗണ്ടൻസ് ഈ ഫോഗ് കൂടിക്കൊണ്ട് വരുന്നു. എനിക്കിത് കട വരെ പോകാനായിട്ട് ഞാനൊന്ന് ഇറങ്ങിയത്. ബട്ട് ലുക്ക് അറ്റ് ദ ഫോഗ് ഇൻ ദ ബാക്ക്. ഓ മൈ ഗോഡ്, സോ പ്രിറ്റി. ഇത് മെയിൻ സിറ്റിയാണ്. ഭയങ്കര തിരക്കാണ്. പക്ഷേ സ്കൂൾ ഹോളിഡേയ്സും കൂടെ ആയതുകൊണ്ട് തണുപ്പത്ത് നിന്ന് തണുത്ത ഐസ്ക്രീം കഴിക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? ഹോ, ഓരോ വട്ടുകൾ. അവിടെ പോയിട്ട് കഴിക്കാൻ ഐസ്ക്രീം കൊള്ളാട്ടോ. കിട്ടിയില്ല, ഇല്ല, ഇപ്പൊ കിട്ടുന്നില്ല. തണുത്തത് കഴിച്ച് ബോഡി കുറെ കൂടെ തണുത്തു. ഉണ്ട് രുചിതാ ഇവിടെ നിന്നൊരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. $50 പിസ്സ. നല്ല പോലെ ഗോർമേ പിസ്സയാണ്. ആ പെണ്ണിനെ കണ്ടിട്ട് ഒരു ഒത്തന്റിക് ലുക്കൊക്കെ ഉണ്ട്. നോക്കാം. നമ്മുടെ Airbnb എത്തി. This is the pizza we got. Margherita and Thai chicken. ണ്ട വേറൊരു ലുക്കല്ല. അതെ അതെ, ഒരു കോട്ടേജ് സ്റ്റൈൽ. Look at that. Wow. ഇത് നമ്മൾ Airbnb വഴി ബുക്ക് ചെയ്ത ഒരു കോട്ടേജ് ആയിരുന്നു. ആൻഡ് ഇതിൻ്റെ അകത്ത് കുറേ ഇതിൻ്റെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം പല പല വെറൈറ്റിയിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. കുഷൻസൊക്കെ ഇവർക്ക് എന്താ കുഷൻ ഫ്രീ ആയിട്ട് കിട്ടിയ പോലെ ആയിരുന്നു. എന്തോരം കുഷൻസ് ആയിരുന്നു വീട്ടിലാണ്. ബട്ട് ഈ ഒരു കപ്പിളിൽ ഇങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. സോ അവർ വേൾഡിൽ നിന്ന് പല പല സ്ഥലത്ത് പോയിട്ട് ഈ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്താണ് ഈ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് വെരി നൈസ് ടു സീ. ഒരുപാട് കുഞ്ഞു ഐറ്റംസ് എല്ലാ കോർണർ ഓഫ് ദ റൂമിലും എന്തെങ്കിലും ഒരു ഐറ്റം കാണുമായിരിക്കും. സോ ഒബ്വിയസ്ലി ദീസ് പീപ്പിൾ ആർ നോട്ട് മിനിമലിസ്റ്റ്, എക്സ്ട്രീം മാക്സിമലിസ്റ്റ് ആണ്. ബട്ട് ഒരു ഭയങ്കര കോട്ടേജ് വൈബ്സ് ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. റെഡ് തുണി വെച്ചപ്പോ വേറൊരു വൈബായി. അല്ല, ഇതൊരു ബെഡ്റൂം ആണല്ലോ. ആഹാ, അതൊരു ബെഡ്റൂം. ആരാ കളിക്കുന്ന? ബെസ്റ്റ് ഫ്രണ്ട്. Run, you need to hide. Appa, start counting. Appa, start counting. Counting and counting. 1, 2, 3, 4, Sazi, 5, come. 6, 7, Come. 8, Sarah, 9, come. 10, Let's hide. Come. 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, Why you not come hiding? 50. Do 45 homes. 45 homes. Do 45 homes. Oh no. Okay, let's go look for them. Go look for them. Yeah. Sarah is going to help me. Okay, Sit go. Hey, right. 44. Okay. Oh, Roku did it. Roku got it. Now Chaco only. Chaco. Go find Chaco. പിള്ളേരിവിടെ അപ്പയായിട്ട് സാറ്റ് കളിക്കുക. ഇവിടെ പിള്ളേർ സാറ്റിന് പേര് പറയുന്ന 44 ഹോംസ്. ഈ പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്.
പക്ഷേ അവരങ്ങനെയായി കളിക്ക് പറയുന്നത്. പിന്നെ പിള്ളേരെല്ലാം വൈകിട്ട് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും നാളെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവളുടെ ബർത്ത്ഡേക്കുള്ള ചെറിയ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഗിഫ്റ്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബലൂൺസ് എല്ലാം വീർപ്പിച്ച് ഒരു ഹാപ്പി ബർത്ത്ഡേ ബാനറൊക്കെ ഇട്ട് ഒരു ചെറുതായിട്ടൊന്ന് സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചു അവൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ രാത്രി മൊത്തം ഈ ഒരു ചെറിയ ബർത്ത്ഡേ സെറ്റപ്പിനുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. കാരണം അപ്പോൾ രാവിലെ അവൾ എണീറ്റ് വരുമ്പോഴത്തേനും ഫുൾ ഗിഫ്റ്റ്സ് എല്ലാം അവിടെ കണ്ട് അവൾ നല്ല ഹാപ്പി ആവുമല്ലോ. Let's go. Happy birthday, Godmonies. Oh my God! Happy birthday! HB. HB. She got scared. Wait, I can do it. Who doesn't do it? Happy birthday! Okay, it's a Zara. Come. Do it. Right? What's there? Look. What's that? അവള് പെട്ടെന്ന് അത്ര ആൾക്കാരൊക്കെ കണ്ടപ്പോ Zazie, look. You don't see other one. Doggy. It's I open it. Okay, pull this one. Pull it. let's go. Pull. No, this one. Wow. Look at me. Happy birthday to you. Happy birthday, dear Zara. Happy birthday. Can you give a little bit of that? Take this, please. Okay. Anybody else wants to give Zara a birthday cake? Very good. And so William wants to have a chat. Go. Thank you. So cute. And ആർത്തി മൂത്ത് കഴിക്കാതെ so go to William wants to have a chat. Birthday, right? What? Uncle Vijay is not wearing shoes. Uncle Bidoy? Let's throw him in the dungle. Let's lock the door. Let's lock the door. Because Uncle Bijoy, you'll get naughty corner. Come, please. I will come by myself. Lock the door. Next to Uncle Peter, we cannot come. Yeah, that's it. Let's not take him. Then will you stay here with me? Yeah? I will look it up with Mama and you can stay here and we will go. Okay, then Rose is going to stay with me. No, he's gonna go. He's going to look. These wearing shoes. Mom, do you know this song? Yeah, I know the song. You know the song too. Kaise hua? Do you know the song? Ready? Ready? Sing, I'll play, okay? And then you play, I'll sing. Ready? 1, 2, 3, go. രണ്ടാമത്തെ ദിവസം എന്താ പുറത്തോട്ട് ഇറങ്ങി. രാവിലെ മുതൽ നല്ല മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഇറങ്ങാൻ യാതൊരു മൂടുമില്ലായിരുന്നു. See my pretty girl's yellow umbrella. Say it's my birthday today. My birthday. So രാവിലെ തൊട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞ് ഇപ്പം ഇറങ്ങുന്നതേ ഉള്ളൂ. ബ്ലൂ മൗണ്ടൻസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ. സോ ലെറ്റ്സ് സീ. ഫുഡ് എവിടെ കഴിക്കും എന്ന കൺഫ്യൂഷനിലാണ്. Finally, what have we decided? എവിടെ പോവാ? So the Korean barbecue is the last one on this trip. If we find something else before it that Okay. we can Yeah. go, we can go. Cool, sounds good. Definition of തേരാ പാര നടക്കൽ.
10 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇവിടെയാണ് നല്ല തിരക്കല്ലാട്ടോ. സോ സ്ഥലം കണ്ടുപിടിക്കാൻ നോക്കാം. ഫൈനലി സ്ഥലം കിട്ടി. ജിഗിൾ കൊറിയൻ ബാർബിക്യൂ. എവിടെയാണ് നമുക്ക് ആദ്യം തന്നെ വരാനിരുന്നത്, പക്ഷെ ക്ലോസിങ് സമയം ആവുന്നതുകൊണ്ട് വരണ്ടെന്ന് വിചാരിച്ച. അപ്പോൾ ദേ സെഡ് ഓക്കെ ആണ്. സോ ലെറ്റ്സ് ഗോ. ഹൗ വാസ് ദി ഓർഡറിങ്? ഈ മെനുവിക്കകത്ത് എന്താന്ന് പോലും നമുക്കറിയുന്നില്ല. അല്ല, ഈ മെനുവിക്കകത്ത് എന്തൊക്കെയാണെന്ന് പോലും നമുക്കറിയുന്നില്ല. ഇതെന്താ ഇപ്പൊ കഴിക്കുന്നത്? പിക്കിൾഡ് റാഡിഷ് കഴിച്ച. ഓ, ഐ തിങ്ക് അതിങ്ങനെ റാപ്പ് ആക്കുകയാണോ വിത്ത് ദ കിംചി? ഇതെന്ത് ഫിഷ് കേക്ക് അല്ലേ? അതൊക്കെ എന്താ കൊണ്ടുപോയി വെച്ചേക്കുന്നത്? എങ്ങനെയുണ്ട്? ആണോ? അങ്ങനെ ഒരുമിച്ച് കഴിച്ചിട്ട് ആണോ? ഇതാണ് ഇവിടുത്തെ സൈഡ്. സോ ദാറ്റ്സ് കിംചി, ഫിഷ് കേക്ക്. ഓ, പൊട്ടേറ്റോ സാലഡൊക്കെ ഉണ്ട്. പിക്കിൾഡ് റാഡിഷ്, ചില്ലി ആൻഡ് ഗാർലിക്. നിങ്ങളുടെ വന്നോ? ഇത് നിങ്ങളുടെ ഇത് മറ്റേ വാഗ്യൂ ബീഫ് അല്ലേ? സോ ദിസ് വൺ നമ്മുടെ ടേബിളിൽ തന്നെ കുക്ക് ചെയ്യാം. It's the same. It's not a competition. ഇവിടെ വന്ന് നമ്മൾ കുക്ക് ചെയ്യാം അല്ലേ? പൈസയും കൊടുക്കണം. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഈ തണുപ്പത്ത് പോയി ചുരുണ്ട് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നാണ് തോന്നുന്നത്. പക്ഷെ നമ്മളൊരു പുതിയ സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടുത്തേത് കാണണ്ടേ. സോ ബ്ലൂ മൗണ്ടൻസ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് അതിൻ്റെ സീനിക് വ്യൂവും മറ്റേ 3 സിസ്റ്റേഴ്സും ഒക്കെയാണ്. പക്ഷേ ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് സീനിക് വേൾഡിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ലുക്ക് ഔട്ട് പോയിന്റ്സിലേക്ക് വരാം. നമ്മളിവിടെ ഒരു ലുക്ക് ഔട്ട് പോയിന്റിൽ വന്ന അടിപൊളി വ്യൂ ആട്ടോ. കാണിച്ചതാ. Oh my goodness. Oh, and it's not foggy. And there's a waterfall. Is it? Waterfall's over there. Oh my god. Where's the waterfall? Oh my goodness. I like it. Wow. Yes. Can you show my 6 subscribers, Mama? Yeah. Whoa. That's gorgeous. I'm gonna do my 6 subscribers, okay? Can I do my 6 subscribers? Hi guys. Where are we at? It's called Govet Leap Lookout. Go where William. Govet Leap Lookout in Blue Mountains. Do you wanna come? What are you doing? My video. You wanna come in the video? Okay. Yeah. You can say something. Hi guys. I'm his cousin. Not really. No, I'm not my cousin. Hey, he's your cousin, man. Oh, my second cousin. No, your first cousin. Your other first cousin. You're your mom's side cousin. Imu's your dad's side cousin. Okay? And see, we'll show them the view. Wear it. So good. Then I will put it for you. Timara. Hey! ഇത് കണ്ടോ, ഇതൊക്കെ സാധാരണ കാട് സ്ഥലമാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഗവൺമെന്റ് തന്നെ വന്ന് ചെടിയൊക്കെ നടുന്നുണ്ട്. കാരണം ഇവിടെയൊക്കെ ബുഷ് ഫയർ വന്ന് കുറേ ചെടി പോയിട്ടുണ്ട്. ഈ ട്രങ്കൊക്കെ കണ്ടാലറിയാം, ഫുൾ ബ്ലാക്ക് ആണല്ലോ. അപ്പോൾ അതൊക്കെ റിജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നടുന്നത്. ഇപ്പോൾ നമ്മൾ വന്നത് എവൻസ് ലുക്കൗട്ട് എന്ന് പറഞ്ഞൊരു സ്പോട്ടിലാണ്. അത് അവിടുന്ന് കഴിഞ്ഞ ലുക്കൗട്ടിൽ നിന്നും നമുക്ക് വേണേൽ ഹൈക്ക് ചെയ്യാം. ഒരു 90 മിനിറ്റ് ഹൈക്കാണ്. ഒബ്വിയസ്ലി നമ്മൾ വണ്ടി എടുത്ത് വന്നു. Oh, there's a lake over there. Can you see? Boys, can you see the lake there? There, down. Lake അല്ലേ അവിടെ? ആ, lake river കൂടെ.
ആക്ച്വലി ഇത് നമ്മൾ കണ്ട തേർഡ് ലുക്ക് ഔട്ടാണ്. ഇതാണ് ത്രീ സിസ്റ്റേഴ്സ് വ്യൂ പോയിന്റ് ആൻഡ് ദിസ് ഇസ് ദ മോസ്റ്റ് ഫേമസ് തിങ് ഇൻ ബ്ലൂ മൗണ്ടൻസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത് ഫുൾ ഫോഗ് കാരണം നമുക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. ബട്ട് ദിസ് ഇസ് ഓൾസോ ദേ. അങ്ങനെ ഫൈനലി ഇതാ വീട്ടിലെത്തി. ഇറ്റ്സ് ബിൻ എ ലോങ് ഡേ. മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് കാണാൻ പറ്റിയില്ല. എന്നാലും സം ഡേയ്സ് നമുക്ക് അങ്ങനെ വേണമല്ലോ. ലൈക്ക് യു ഡോണ്ട് നീഡ് ടു ഡു മച്ച് ടു എൻജോയ്, ജസ്റ്റ് റിലാക്സിങ്, സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ദിവസമായിരുന്നു എന്ന്. പക്ഷേ മഴ നമ്മളെ സ്റ്റോപ്പ് ചെയ്യിച്ചില്ല. ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. കുറച്ച് ബ്യൂട്ടിഫുൾ ലുക്ക് ഔട്ട് പോയിൻറ്റ്സും ഈ ഒരു സിറ്റിയൊക്കെ ഒന്ന് കാണാനൊക്കെ പറ്റി. അങ്ങനെ. So yes, that's about it for today. Thank you for watching. Bye-bye.